ഡി എമ്മിലെ ആ റാൻഡം ചേട്ടായിയെ പറ്റിയുള്ള വാഴ്ത്തിപ്പാട്ടുകളാണ് റീൽസ് നിറയെ. ബോയ് ഫ്രണ്ടുമായി പിണങ്ങുമ്പോൾ, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ കെയറിങ്ങുമായി പാട്ടും പാടി കയറി വരുന്ന റാൻഡം ചേട്ടായി. ചില സ്ഥലങ്ങളിലൊക്കെ അവർ ബെസ്റ്റി എന്നും അറിയപ്പെടുന്നു. നിങ്ങൾക്കൊരു തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ചാറ്റിങ്ങിലൂടെ വന്ന് വിക്സ് തേച്ച് തരുന്ന ആ ചേട്ടായിയോട് ഇത്തിരി പിണ്ടതൈലം വാങ്ങിത്തരാൻ അമ്മ പറഞ്ഞിട്ട് മാസം 2 ആയി എന്ന് എത്ര പേർക്കറിയാം. പെങ്ങൾ പനി പിടിച്ച് കിടന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാത്ത ആ ചേട്ടായിയാണ് രാത്രി 2 മണിക്കിരുന്ന് വിക്സ് തേക്കുന്നത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ക്ഷമയോടെ ഫേസ് ചെയ്യണമെന്നും മച്യൂരിറ്റി കാണിക്കണമെന്നും ഒക്കെ ആദർശം പുലമ്പുന്ന ആ ചേട്ടായിയുടെ പാസ്റ്റിനെ പറ്റി പക്ഷേ ചേട്ടായിയുടെ നാട്ടുകാരോടോ കൂട്ടുകാരോടോ ചോദിക്കാൻ മെനക്കെടരുത്. ആദർശത്തിൻ്റെ പ്രതിരൂപമായ ആ ബിംബം വീണുടയാതെ കുറേ നാൾ കൂടി നിങ്ങളുടെ ഡി എമ്മിൽ വിശ്രമിച്ചോട്ടെ. കെയറിങ് കൊടുക്കാൻ ശബ്ദമെടുത്തൊരു മനസ്സാണ് ആ മനുഷ്യൻ്റേത്. ഒരു വാക്കുകൊണ്ട് പോലും അതിനെ നോവിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ പ്രശ്നം കഴിയുമ്പോൾ ആ കെയറിങ് മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രം. വെറും നിസ്വാർത്ഥ സേവനം. തോൽവികൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമാണ് ആ റാൻഡം ചേട്ടായിയുടേത്. നിങ്ങളുടെ പ്രശ്നം കഴിയുമ്പോൾ കണ്ണിൽ ചോരയില്ലാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. ചേട്ടായിയുടെ ജീവിതം വീണ്ടും ബാക്കി. പക്ഷേ എന്നിരുന്നാലും നാളെ നിങ്ങൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ടുമായി പിണങ്ങുമ്പോൾ ത്വക്കിന് ജീവനുണ്ടെങ്കിൽ കെയറിങ്ങുമായി പാട്ടും പാടി കടന്നു വന്നിരിക്കും ഡി എമ്മിലെ ആ റാൻഡം ചേട്ടായി.